പ്രിയപ്പെട്ട പൂരുരുട്ടാതി നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 വർഷം പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രേയസ്കരമായ കാലഘട്ടമായി തന്നെ കണക്കാക്കാവുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നതിനും ആഗ്രഹ സബലീകരണത്തിനുമുള്ള അവസരം ഉണ്ടായി വരുന്നതാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും സ്ഥലം മാറ്റത്തിനുള്ള അവസരവും ഉണ്ടായി വരുന്നതാണ്. വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിലെ സമ്മർദ്ദം അല്പം കൂടി വരുന്ന കാലയളവാണിത്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ നേടിത്തരുന്ന കാലയളവാണിത്. നിങ്ങളുടെ കഴിവുകൾക്ക് തക്കതായ അംഗീകാരവും പ്രശംസയും ലഭിക്കുന്നതാണ്. ചിട്ടി, ലോൺ മുതലായവയ്ക്കായി ശ്രമിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ്. കൊടുക്കൽ വാങ്ങലുകളിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടേക്കാം. തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങളും നേതൃമാറ്റവും ഉണ്ടായി വരുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പഠനകാര്യത്തിലെ അശ്രദ്ധ മൂലം പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കാതെ വന്നേക്കാം. വളർത്തുമൃഗങ്ങളിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും ആക്രമണത്തിനുള്ള സാധ്യത കാണുന്നു. അല്പം ജാഗ്രത പുലർത്തേണ്ടതാണ്. പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനുള്ള അവസരമുണ്ടാകുന്നതാണ്. മികച്ച അവസരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ഭാഗ്യാനുഭവങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ്. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുജനങ്ങളെയോ കണ്ടുമുട്ടുന്നതിനും അവരുമായി ഇടപഴകുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വിവാഹ ജീവിതത്തിൽ നേരിയ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് പുതിയ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ദീർഘദൂര യാത്രകൾ പോകുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വിവാഹം വൈകിയവർക്കും വിവാഹത്തിനായി ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ ഒരു സാമാന്യ ഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവേദ്യമാകുന്നതിനും ദോഷഫലങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, നാരങ്ങാവിളക്ക് എന്നിവ നടത്തുന്നതും, ശിവക്ഷേത്രത്തിൽ ജലധാര, മുൻവിളക്ക്, പിൻവിളക്ക് എന്നിവ നടത്തുന്നതും, ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്നതും, കർഗമാല, നാരങ്ങാമാല എന്നിവ സമർപ്പിക്കുന്നതും, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും പാൽപായസം സമർപ്പിക്കുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.